എല്ലാവർക്കും നമസ്കാരം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസം ആവുമ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ്റെ മുഖംമൂടി അഴിഞ്ഞ് വീണ് തകർന്നിരിക്കുകയാണ്. പൂക്കി മുഖ്യമന്ത്രിയെന്നും അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനത്തിൻ്റെ ഒക്കെ വാഴ്ത്തിപ്പാട്ടുകാർ ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം ചങ്ക് തൊടാതെ വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പം വിഷയം. മുനമ്പം പ്രശ്നം മുനമ്പത്തെ ഏതാനും കുടുംബങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ല. ഇതുപോലെ വഖഫിൻ്റെ കരാള ഹസ്തങ്ങളിൽ കുടുങ്ങിപ്പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൽ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൽ വലിയ സമരം അവിടെ നടന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ വിഷയം തണുപ്പിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ അവറുകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ നോട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു നോട്ട് അത് ടൈപ്പ് ചെയ്യാനുള്ള 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. UDF സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്നലെ പറയുന്നു, അന്നത്തെ നിലപാടല്ല ശ്രീ VD സതീശൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്. ഞങ്ങൾ ആ നിമിഷം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നു, VD സതീശനും UDFും മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും കബളിപ്പിക്കുകയാണ്. മുനമ്പം സമരത്തിന് പിന്തുണ നൽകുകയും ആ സമരത്തിൻ്റെ ചാലകശക്തിയായി പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരെ എല്ലാം ശ്രീ VD സതീശൻ കബളിപ്പിക്കുകയാണ്, പച്ചയായി കബളിപ്പിക്കുകയാണെന്നാണ് അന്ന് BJP പറഞ്ഞത്. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയല്ലോ ഇപ്പോൾ. കാരണം UDF അതിൻ്റെ നൈസർഗികമായിട്ടുള്ള ജൈവഘടന ഇത്തരത്തിലുള്ള മതമൗലികവാദ നിലപാടുകളോടൊപ്പമാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശൻ. 10 മിനിറ്റ് കഴിഞ്ഞ് 10 ദിവസമായി. ഈ വഖഫ് പോർട്ടലിൽ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീറ്റും വേണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ സുചിന്തിതമായൊരു നിലപാടെടുത്തതാണ്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. നിലവിൽ മുനമ്പത്തെ വീട്ടുകാരുടെ കൈവശ സർട്ടിഫിക്കറ്റും അവരുടെ പേരിലുമാണ് ടാക്സ് റെസീറ്റും. പിന്നെ എന്ത് വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ഈ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? ശ്രീ VD സതീശൻ അന്വേഷിച്ചോ? ഇപ്പോഴത്തെ വഖഫ് ബോർഡ് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ വഖഫ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം അതിൽ. അതില്ലാതെയാണ് തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ് ശ്രീ പിണറായി വിജയൻ സർക്കാർ വഖഫ് ബോർഡിനെ നോമിനേറ്റ് ചെയ്തത്. ഇതറിയാത്ത ആളാണോ VD സതീശൻ? ആ വഖഫ് ബോർഡിന് നിയമസാധുതയില്ല. ശ്രീ VD സതീശന് ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വഖഫ് ബോർഡിനെ അദ്ദേഹം പിരിച്ചുവിടണം. ഇത് വഖഫ് ഭൂമിയല്ല എന്ന്
എഴുതിക്കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ ഇപ്പോഴും ശ്രീ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി. അതല്ലെങ്കിൽ ഇത് ഇനിയും നിയമക്കുരുക്കുകളിലേക്ക് പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ UDF-ന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് എന്താണ്? ഈ പ്രശ്നം ആളിക്കത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുമെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നു. അരമനയിൽ പോയി ഞങ്ങൾ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. അപ്പോൾ അവരുടെ നിലപാട് എന്താണ്? ഇപ്പോൾ അവരുടെ നിലപാട് മറികടന്നുകൊണ്ടൊരു നിലപാട് ഈ വിഷയത്തിൽ ശ്രീ വി ഡി സതീശൻ എടുക്കാൻ സാധിക്കുമോ? കേരളം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിലും അനുബന്ധമായിട്ടുള്ള വഖഫ് കയ്യേറ്റങ്ങളിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് എന്ത് നിലപാടാണുള്ളത്? അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആത്മാർത്ഥതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിന് ബാക്കിയുണ്ടെങ്കിൽ താൻ പറഞ്ഞ വാഗ്ദാനം 10 മിനിറ്റ് കൊണ്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം ഒരു നോട്ട് എഴുതി കൊടുക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറാവുമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ BJP ഉന്നയിക്കുന്നത്. സഭാ നേതൃത്വത്തെ ആകെ വഞ്ചിക്കുകയായിരുന്നില്ലേ വി ഡി സതീശൻ? അത് കേട്ടിട്ടാണല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ നിലപാട് അവരെല്ലാം സ്വീകരിച്ചത്. ദീപിക പത്രത്തിൽ ഇന്ന് വിശദമായിട്ടൊരു ലേഖനം വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആ പത്രം UDF-നെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റാൻ ആത്മാർത്ഥമായി അധ്വാനിച്ചവരാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്? അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? വി ഡി സതീശൻ പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളാണ് എന്നുള്ളൊരു ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ PR ടീമിന് സാധിച്ചു. വളരെ വഞ്ചനാപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ഒരു കപട വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹം നിലപാട് പറയണം. വളരെ മീഡിയ ഫ്രണ്ട്ലി ആണല്ലോ അദ്ദേഹം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക, മുനമ്പത്തിൻ്റെ വിഷയത്തിൽ പണ്ട് പറഞ്ഞ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ആയതിനു ശേഷം വാക്ക് മാറ്റി പറയുകയാണോ? ആരുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളത്? ഉമ്മീദ് പോർട്ടലിൽ ഇത് എങ്ങനെ വന്നു എന്ന് കേരള വഖഫ് ബോർഡിനോട് ചോദിച്ചറിയാൻ അദ്ദേഹം സമയം കണ്ടെത്തിയോ? അവർക്ക് എങ്ങനെയാണ് കൈവശ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീറ്റും കിട്ടിയത്? അത് വ്യാജമാണോ, ഫോർജറിയാണോ നടന്നിരിക്കുന്നത്? ഇത്തരം കാതലായ ചോദ്യങ്ങളുണ്ട്. അതെന്തുകൊണ്ട് അദ്ദേഹം അന്വേഷിക്കുന്നില്ല? അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറയുന്നില്ല? അത് അവരുടെ ഉമ്മീദ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ഞങ്ങൾ ഇന്നലെയാണ് ആ വാർത്ത കണ്ടത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വഖഫ് ബോർഡ് ചെയർമാൻ്റെ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ, ആ പത്രക്കാർ ചോദിച്ചല്ലോ അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശൻ ഇപ്പോൾ ആ നിലപാടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അടിയന്തരമായിട്ട് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ വഖഫ് ബോർഡാണ്. വേറെ ഒന്നുമില്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ആ വിഷയം. കാരണം കോൺഗ്രസിനെ പോലെ ഇരട്ടത്താപ്പ് ഇതുപോലുള്ള ഒരു പാർട്ടി വേറെ ഉണ്ടോ? നോക്കൂ, 10 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. ബംഗാളിൽ CEO-യെ ചീഫ് സെക്രട്ടറി ആക്കി 9-ാം ദിവസം കേരളത്തിൽ ശ്രീ വി ഡി സതീശൻ കേരള CEO-യെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുക. എന്താണ് അതിനുള്ള ന്യായീകരണം? അപ്പോൾ ബംഗാളിലെ പാർട്ടി വേറെയാണോ, കേരളത്തിലെ പാർട്ടി വേറെയാണോ? അതല്ല അഖിലേന്ത്യാ പാർട്ടി. എനിക്ക് സാധാവം തോന്നുന്നത് KC വേണുഗോപാൽജിയോടാണ്. പാവം അദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടിട്ട് എന്തുമാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് ഞാനിതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ്. പാർട്ടിക്കൊരു നയമില്ലേ? വോട്ട് ചോരിയാണ്, ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യെ സഹായിക്കുകയാണ്, SIR-ൽ അട്ടിമറിയാണ്.
ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേരളത്തിൽ തോറ്റപ്പോൾ UDF ജയിച്ചപ്പോൾ ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ 102 സീറ്റ് UDFന് കിട്ടിയപ്പോൾ ഇത് വോട്ട് ചോരിയാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ജയിക്കുന്നിടത്തെല്ലാം വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് നാണമുണ്ടോ? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ട് നടത്തിയ ഒരാളെ എന്ത് പാരിതോഷികത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വെച്ചത്? വി.ഡി. സതീശൻ വെച്ചിരിക്കുന്ന എല്ലാവരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് പാരിതോഷികമായി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമായിട്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹം നിയമിച്ചിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച വരെ AICCയെ ബള്ളു പറഞ്ഞിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഞാനൊരു കള്ളം പറയുന്നതല്ല. കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ദിവസവും 8 മണിക്ക് AICC നേതൃത്വത്തെ ബള്ളു പറഞ്ഞ ഒരാൾ വി.ഡി. സതീശനെ ഉപദേശിക്കുക. ഞങ്ങൾക്കതിലൊന്നും പരാതിയില്ല, അത് അവർ തീരുമാനിക്കട്ടെ. KC വേണുഗോപാലും ചെന്നിത്തലയൊക്കെ ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.